പന്തപ്രയിലെ ആദിവാസി കുടുംബങ്ങൾക്ക് 3000 ഗ്രാഫ്റ്റ് ചെയ്ത കശുമാവ് തൈകൾ ബ്ലോക്ക് പഞ്ചായത്ത് സൗജന്യമായി വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM ബഷീർ നിർവഹിച്ചു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി വഴി പണം കായ്ക്കും കശുമാവ് തൊഴിലേകും കശുവണ്ടി എന്ന ആശയം മുന്നിൽ നിർത്തിക്കൊണ്ട് നാണ്യവിള കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലെ അപേക്ഷ നൽകിയിട്ടുള്ള മുഴുവൻ കർഷകർക്കും സൗജന്യമായി 2 വർഷം കൊണ്ട് അത്യുൽപാദന ശേഷി ലഭിക്കുന്ന ഗ്രാഫ്റ്റ് ചെയ്ത കശുമാവിൻ തൈകളാണ് വിതരണം ചെയ്യുന്നത്. ആദിവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാന സ്രോതസ് വർദ്ധിപ്പിക്കുവാനും തൊഴിലുകൾ കൂടുതൽ നേടുന്നതിനു വേണ്ടി പന്തപ്രയിലെ ആദിവാസി കുടുംബങ്ങൾക്ക് 3000 ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് ബ്ലോക്ക് പഞ്ചായത്ത് സൗജന്യമായി വിതരണം ചെയ്തത്. വിതരണത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM ബഷീർ നിർവഹിച്ചു. 2025-26 പദ്ധതിയിലും കശുമാവ് കൃഷി വികസന ഏജൻസി വഴി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ ആവശ്യക്കാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും കശുമാവ് തൈ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആദിവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാന സ്രോതസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നാണ്യവിള കൃഷി ഏറെ പ്രയോജനകരമാകുമെന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കശുമാവ് കൃഷി വികസന ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ പന്തപ്രയിൽ 3000-ഓളം തൈകൾ ഇന്ന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ കൊടുക്കുന്ന തൈകൾ അത്യുൽപാദന ശേഷിയുള്ള 4 വർഷം കൊണ്ട് കായ്ക്കുന്ന ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് ഇവിടെ കൊടുക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര, സാലി അയ്പ്, ജെയിംസ് കോറമ്പൽ, അംഗങ്ങളായ TK കുഞ്ഞമ്മൻ, നിസാമുൽ ഇസ്മയിൽ, ആനീസ് ഫ്രാൻസിസ്, പഞ്ചായത്ത് അംഗം ബിനീഷ് നാരായണൻ, ഊരുമൂപ്പൻ, കാണിക്കാരൻ, ആദിവാസി കുടുംബങ്ങൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.